അനീഷിന് അനുമോളോട് തോന്നിയ പ്രണയമായിരുന്നു ആദ്യത്തെ പാട്ട് മുൻഷി ചോദ്യം ചെയ്തതെങ്കിൽ രണ്ടാമത്തെ പാട്ടിലേക്ക് മുൻഷി വീണ്ടും കടന്നിരിക്കുകയാണ്. അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു ബിഗ് ബോസ് ഹൗസിലെ തുറന്ന പുസ്തകമാണോ എന്നതായിരുന്നു രണ്ടാമത്തെ പാർട്ട്. ഞാൻ കരുതി ഇത് ഇന്നത്തെ ദിവസം മുഴുവൻ മുൻഷി പുറത്തു നിന്ന് ഈ പറയുന്ന അനീഷിനോട് ചോദ്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കും, ഷാനവാസ് ഇങ്ങനെ സാക്ഷിയായിട്ട് നിൽക്കും എന്നാണ് ഞാൻ കരുതിയത്. എന്തായാലും അവസാനം അങ്ങനെ മുൻഷി അകത്തേക്ക് കയറി. അപ്പോൾ എന്താണ് അടുത്ത ലൈവിൽ നടന്ന വിശേഷം എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. സംഭവം എന്ന് വെച്ചാൽ മുൻഷി അവസാനിപ്പിക്കുന്നില്ല. ഈ അനീഷ് ഓരോ ചോദ്യത്തിനും ഈ എന്താ പറയാ ഉരുളക്ക് ഉപ്പേരി എന്ന് പറഞ്ഞിട്ട് അനീഷ് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അനീഷ് അവിടെ ഇയാൾ വന്ന ഗസ്റ്റ് ആണെന്നൊന്നും ആദ്യം പരിഗണിച്ചു കേട്ടോ. പരിഗണിച്ചാണ് സംസാരിച്ച് അനീഷ് തുടങ്ങിയത്. എനിക്ക് ഭയങ്കരമായിട്ട് അനീഷിന് റെസ്പെക്ട് തോന്നി. കാരണം വെച്ചാൽ പുള്ളിക്കാരൻ ആ പറഞ്ഞ ഗെയിം സ്ട്രാറ്റജിയിലൊക്കെ ആയിരുന്നു ബിഗ് ബോസ് ഹൗസിൽ തുടങ്ങിയത്. ഞാൻ ഓൾവേസ് പറയാറുണ്ട്, ഈ സീസൺ സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും നന്നായിട്ട് ആദ്യം കോണ്ടന്റിന് തിരികൊളുത്തിയത് അത് അനീഷാണ്. നമ്മൾ ഈ ബിഗ് ബോസ് ഷോ കാണുന്നത് ഇപ്പം സരിക ഇന്ന് പറയുന്നുണ്ട്, അതായത് നമ്മളിങ്ങനെ ഇത്രയും ക്യാമറകൾ നമ്മളെ ഫോക്കസ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് പൊട്ടിച്ചിരിച്ചത് കൊണ്ടോ കളിച്ചും ചിരിച്ചും ഇരുന്നത് കൊണ്ടോ കാര്യമൊന്നുമില്ല. ഒരു വിഷയം നടക്കണം, ഒരു കോണ്ടന്റ് അവിടെ ക്രിയേറ്റഡ് ആകണം. അവിടെ അനുമോള് സരികയെടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ, ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഞാനാവുന്ന ചേച്ചി പ്രശ്നം, ഞാനാണ് കാരണക്കാരിയാകുന്നത് എന്ന് പറയുമ്പോഴും സരിക പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അത് നല്ലയല്ലേ, ഈ ഷോയ്ക്ക് അത് നല്ലയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അനുമോള് പറയുന്നുണ്ട് ഷോയ്ക്ക് നല്ലതാണ്, പക്ഷെ എനിക്ക് നല്ലതല്ലല്ലോ എന്ന് പറയുന്ന ഒരു സീൻ കേട്ടപ്പോൾ പോലും എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ബിഗ് ബോസ് ഷോയെ ഞാൻ റിവ്യൂ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതായത് അക്കോർഡിംഗ് ടു സീരിയൽ ഗ്രാൻഡ്മ, അക്കോർഡിംഗ് ടു സഫാന, എനിക്ക് ഈ ബിഗ് ബോസ് ഷോയിൽ ഇപ്പം അനുമോളുടെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് എഴുതി തരാൻ വേണ്ടിയിട്ടല്ല, പകരം ബിഗ് ബോസ് ഷോയിൽ ഇന്ന വ്യക്തി മത്സരിച്ചത് ഇങ്ങനെയൊക്കെ എന്ന് പറയുന്നതിനകത്താണ് ഒരു ഗ്രേറ്റ്നെസ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മുൻഷി വന്നിട്ട് കുറെ അങ്ങ് ക്വസ്റ്റ്യൻ ചെയ്യാണ് അനീഷിന്, വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യാണ്. നിങ്ങൾ ഇവിടെ ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ കാരണം ഇവിടെ സങ്കടപ്പെട്ട വിഷമിച്ച ആൾക്കാരില്ലേ, അങ്ങനെ ഒരുപാട് പേരില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് അനീഷ് പറയുന്നുണ്ട്, അങ്ങനെ ആരും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ എന്തായാലും അങ്ങനെ ഇല്ല, ഇവിടെ എല്ലാവരും ഹാപ്പി ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ വീണ്ടും മുൻഷി എടുത്തു പറയാണ്, അത് അനീഷിന്റെ അഭിപ്രായമല്ലേ, അനീഷ് കാരണം ഇവിടെ എത്ര പേര് ബുദ്ധിമുട്ടി, എത്ര പേര് കഷ്ടപ്പെട്ടു, എത്ര പേര് കരഞ്ഞു എന്ന് കിടന്ന് പറയുന്നുണ്ട്.